ഹായ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. പിന്നെ ഈ വ്ലോഗ് ആ സൺഡേ തന്നെ വരും. ഇന്ന് ഞങ്ങളെ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് എടത്വ പള്ളിയിലേക്കൊന്ന് പോവാണ്. ആലപ്പുഴ എടത്വ പള്ളി അല്ലേ. അപ്പോൾ ഇത് മെയിനായിട്ട് അമ്മച്ചിക്ക്, അതായത് മുൻസമ്മച്ചിക്കല്ല, തങ്കമാമച്ചിക്ക് നേർച്ചയുണ്ടായിരുന്നു. കാരണം അമ്മ ഇങ്ങനെ രാത്രി സ്വപ്നം കാണുന്നു, ഇങ്ങനെ പാമ്പും കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുമ്പോൾ അവിടെ അതാണ് നേർച്ച. അപ്പോഴത്തേക്കും പോണോന്ന് ഒരു മാസമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞായറാഴ്ച നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെല്ലാരും ഫ്രീ ആണ്. അപ്പൊ വിചാരിച്ച് രാവിലെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 10 മണി ആയിട്ടുണ്ട്. നമ്മളൊരു 8 മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ 10 മണിയായി. അപ്പൊ അതായത് നമ്മള് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ്. അച്ഛനും അമ്മച്ചൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട് രാവിലെ കുർബാനയൊക്കെ കൂടി. ഞാൻ കൂടിയില്ല, ചേച്ചി പോണോന്ന് വിചാരിച്ചാണ്. അച്ഛനും അമ്മച്ചൊക്കെ കൂടി, കൂടി. ഞാൻ ഇന്നയാളെ കൂടി പറഞ്ഞില്ലല്ലോ. അല്ല, ഞങ്ങൾ കൂടാൻ വേണ്ടിട്ട് അമ്മച്ചി പോയി, തങ്കമാമച്ചി പോയി, അച്ചാച്ചൻ പോയി. ഞങ്ങൾ 3 പേരും പോയിട്ടില്ല. അതെ, മാറിക്കിടന്ന് ഉറങ്ങി. ഇവിടെ 9 എണീക്കുന്നത്. മമ്മി ഇന്നലെ വിളിച്ചിട്ട് പള്ളിയിൽ പോകണമെന്ന് രാവിലെ വിളിച്ച് പറയുകയും ചെയ്തതാ. പക്ഷെ പോയിട്ടില്ല എന്നുള്ളത്. എന്ത് കുർബാനക്ക് പോകണം നിന്നെ വിളിച്ചല്ലേ പറഞ്ഞില്ലേ? പിന്നെ ഉച്ചയിൽ നമുക്ക് കുരിശിന്റെ വഴി ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ കൂടെ പോകണം. അത് നടന്നു പോകുന്നതായിരിക്കും. ഞാനില്ല, ഞാൻ മാത്രമേ പോകത്തുള്ളൂ. ഇവിടെ അമ്മച്ചൊക്കെ വന്നിട്ടുണ്ട്. തങ്കമാമച്ചിയാണ് എടത്വ പള്ളിയിൽ നേർച്ച. പോവാം. അച്ചാച്ചന്റെ പുറത്ത് റെഡി ആയിട്ട് ഇപ്പോണ്ട്. ഇവിടെ മോൻസിയമ്മച്ചി ഇവിടെ റെഡി ആയിട്ട് ഇപ്പോണ്ട്. അച്ചാച്ചന്റെ പുറത്ത് ആ കാറൊക്കെ അച്ചാച്ചൻ വന്നിട്ട് രാവിലെ തന്നെ വന്ന് കഴുകിയിട്ട് നമ്മൾ ഇനി എല്ലാവരും കൂടെ അങ്ങനെ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മള് ഇരിക്കുന്നത് അച്ചാച്ച ഫ്രണ്ടില്, അമ്മ, തങ്കമ്മ, ചേച്ചി, ഇവിടെ ഞാൻ ഈ മൂലക്ക. വ്ലോഗ് കാണുന്ന ആരെങ്കിലും എംവിഡിക്ക് കംപ്ലൈന്റ് എഴുതി കൊടുക്കും. അതെ. ഞാൻ അപ്പഴേ പറഞ്ഞ അച്ഛ ഇവിടെ ദിക്കിലിരുത്തിയാ മതിയെന്ന് കേട്ടില്ല. ശരിയാ. അവസാനം ഞാൻ എന്നെ തട്ടി ഇങ്ങോട്ട് വന്നിരിക്കും. കഴിച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും വണ്ണം വയറും വെക്കുമ്പോഴത്തേക്കും എന്നെ ഇവർ തട്ടി മിക്കാറും പുറകിലോട്ട് ആക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതെ, അതായിരിക്കും. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. സത്യം. അച്ഛനെ വണ്ടിയുടെ മുകളിൽ ഇരുന്നാണ് ഏറ്റവും നല്ലത്. ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഞാൻ വണ്ടി ഓടിച്ചോളാം, ഇങ്ങനെ കൊണ്ടുപോകണ്ടെന്ന്. അതെ, ആക്ച്വലി ഉണ്ടല്ലോ അവൻ പറഞ്ഞു പോകുമ്പോഴും സാറിനെ ഇവരൊന്നും വരത്തില്ലല്ലോ. അതെ, ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങള് ചേട്ടായി ഇല്ലാണ്ട് പോവാനായിരുന്നു ഫസ്റ്റ് പ്ലാനിങ്. കാരണം അമ്മ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഈ പാമ്പിന്റെയും കാര്യങ്ങളൊക്കെ തങ്കമ്മ എന്തോ സ്വപ്നം കാണുന്നു ഈ പാമ്പിന്റെത്. പാമ്പിന്റെ ഞങ്ങളുടെ ഇവിടെയൊക്കെ കേറി, ഒരു വീട്ടിൽ കേറി, നമ്മുടെ വീട്ടിൽ മാത്രം കേറുന്നില്ല. അതാണ് തങ്കമ്മയുടെ വിഷമം. തങ്കമ്മയുടെ വീട്ടിൽ കേറുന്നില്ല. അതെ, എന്റെ പോലെ വന്നില്ല. പാമ്പ് നോക്കുമ്പോഴേ പാമ്പിനേക്കാൾ വിഷമുള്ള ആള്. നമ്മുടെ വീട്ടില് കോഴിയും താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതെ, അമ്മയുടെ അവിടെയൊക്കെ തോടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പം ഈ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കൊറേ ആയി. അപ്പൊ അമ്മ എപ്പോഴും വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങള് പോണം. അതെ, സത്യം. അതിന്റെ ആയുസ് തീർന്നു കാണാം. കൊറേ നാളായി. അപ്പൊ ചേട്ടായി ഇല്ലാത്ത ദിവസം നമ്മൾ പോവാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ചേട്ടായി ഇല്ലാത്തപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ദിവസം വണ്ടി വരുവാണെങ്കിൽ, കാരണം ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല, ചേച്ചി മാത്രമേ ഡ്രൈവ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ പോവാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് ചേട്ടായി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ പോകാന്ന് വിചാരിച്ചു. കാറല്ല ഇതുള്ളത്. അല്ല, എനിക്ക് കാറന്നല്ലേ. അതെ, ചേച്ചി ആക്ച്വലി വേണ്ട. അതെ, എന്നെ പിച്ചിയും മന്തിയൊക്കെ പഠിപ്പിക്കുന്നു പറഞ്ഞു കേസ്. അതുകൊണ്ട് എനിക്ക് ആ റിസ്ക് ഇല്ല, ഞാൻ വീട്ടിൽ എവിടെയെങ്കിലും പോയി പഠിച്ചോളാം. അതെ ഗൈസ്, അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് പള്ളിയിൽ. ആക്ച്വലി നല്ല വെയിൽ കേട്ടോ, കണ്ണ് തുറയുന്നില്ല, കണ്ണ് നോക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും വെയിൽ. അവരെ എല്ലാവരും കൂടെ അമ്മയ്ക്കാണെന്ന് തങ്കമാമച്ചിക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വണ്ടിച്ചിട്ട് കടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിക്കാന്ന് പറഞ്ഞിരിക്കുവാണ്. ഭയങ്കര വെയില്, ചൂട്. അപ്പൊ നമ്മള് നടക്കട്ടെ. പള്ളിയിൽ കുർബാന നടക്കുക കേട്ടോ. ആക്ച്വലി എന്തോ വന്നിട്ടുണ്ട്. നമ്മളന്ന് വന്നില്ലായിരുന്നാ? പെരുന്നാളിന് വന്നില്ലേ നമ്മള്? ഓർക്കുന്നില്ലേ? ഞാൻ ഇവിടെ കൂടെ വർക്കിന് പോകുമ്പോഴത്തേനും കേറും. പിന്നെ ഞങ്ങൾ ഇവിടെ കൂടെ വർക്കിനാണ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കേറിട്ട് പോകും. കുർബാന നടക്കുക കേട്ടോ. അതെ, കുർബാന നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മളങ്ങനെ കിച്ചൻ കാണിച്ച് തിരിച്ച ബാക്കില
അല്ല ഓ രണ്ടും പുണ്യാളം തന്നെയാണ്. ആ രണ്ടും ഒന്നിൽ മീശയുണ്ട്, മറ്റൊന്നും മീശയില്ല. ഇട്ടേര്. ഇത് കണ്ടു, ഇത് നോക്കി, അടുപ്പിച്ച് കാണിച്ചേ. മറ്റേ നമ്മുടെ സിംഗത്തിലെ സൂര്യയുടെ മീശയല്ലേ? കളിയാക്കുന്നാടാ. അല്ല, പുണ്യാളെ കളിയാക്കുന്നില്ല, സിംഗത്തിലെ സൂര്യയുടെ മീശയാണെന്ന് ഞാൻ പറഞ്ഞത്. ചേച്ചി പറഞ്ഞത് ഇത് 4ാമത്തെ കീച്ചൈനാണെന്നാണ്. ആണോ? ആ മണ്ടിക്ക് ഭ്രാന്താണ്. നമ്മൾ ഇടക്കിടക്ക് കാറിന്റെ കീച്ചൻ ഇപ്പൊ എന്ത് ചേട്ടാ നശിപ്പിക്കുന്നോണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും കീച്ചൻ ആകുമ്പോൾ ഇടക്കിടക്ക് എന്ത് പറ്റും? കീച്ചൻ ഇടക്കിടക്ക് പോവും. കിട്ടും. ഇത് കണ്ടതേ, ഇങ്ങോട്ട് കാണിക്കിടോ. ഇത് കണ്ടോ, ഇതാരാന്നറിയോ? ഇത് പുണ്യാളെന്നറിയോ? ഇതാരാ? വ്യത്യാസം എന്താ? ബാക്കിൽ വേറെ ആരാണ്ടായിരുന്നു പറഞ്ഞിരിക്കുവായിരുന്നു. വ്യത്യാസം എന്താ രണ്ടും തമ്മിലുള്ള? ഈ പുണ്യാളെ ഭർത്താവ്, ഈ പുണ്യാളെ ഭർത്താവ് അത് കണ്ട പറഞ്ഞ് പ്രത്യേകം ഇങ്ങോട്ട് നിൽക്കുന്ന അറിയാവാ. നീ എന്ത് പറഞ്ഞെന്തായിരുന്നു? ഇത് താഴെയുള്ള പുണ്യാളാണ്. സിംഗത്തിലെ സൂര്യയുടെ താഴെ പുണ്യാളെ പറയുമ്പോ സിംഗത്തിൽ താഴെയുള്ള സൂര്യയുടെ മീശയുള്ള പുണ്യാളെന്ന് ഞാൻ പറഞ്ഞു. കാണുന്ന ആൾക്കാർ ഓടിച്ചിട്ടടിക്കും. അങ്ങനെ ഞങ്ങള് പള്ളിയിൽ കയറിയിട്ട് എല്ലാരും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു അല്ലേ? ഇവിടെ നിങ്ങളായിട്ടും പ്രാർത്ഥിച്ചില്ല എന്നായിട്ട്? മനസ്സുരുകി പ്രാർത്ഥിച്ചു ഞങ്ങള്. അമ്മച്ചിയും തങ്കമാച്ചി അച്ചാച്ചനൊക്കെ പ്രാർത്ഥിച്ചു. സന്തോഷമായോ? അതേട്ടെ ഇനി പാമ്പിനെയും പഴുതാരെയൊന്നും പേടിക്കണ്ടല്ലോ അല്ലേ? ശരിയാ. ഞങ്ങള് മനസ്സുരുകി പ്രാർത്ഥിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ച് നന്നാവാൻ. അത്രയും അല്ല, ഞാൻ എന്റെ ഭാര്യ നന്നാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം, ഞാൻ വിചാരിച്ചാലോ കർത്താവ് വിചാരിച്ചാലോ അത് നടക്കാൻ പോകുന്നില്ലെന്ന്. അത് ഇവളിപ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്നറിയാവോ? ഇപ്പൊ കർത്താവ് അങ്ങനെ വിചാരിച്ചപ്പോ ഞാൻ നന്നാവുമായിരിക്കാം. പക്ഷെ ഈ കർത്താവെന്നല്ല, പടച്ചോനെന്നല്ല, കൃഷ്ണനെന്നല്ല, ഇവര് എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നാലുണ്ടല്ലോ, മറ്റേ അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം പോലെ എല്ലാരും കൂടെ ഒരുമിച്ച് വന്നാലും എന്റെ ഭാര്യക്ക് എന്തായാലും മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ കർത്താവ് വിചാരിക്കണ്ട. പൂ കാണിച്ചു തരാവേ. ഇത് ചെത്തിപ്പൂവിന് വലുതല്ലേ? ചെത്തിപ്പൂവല്ല, ചെത്തിയല്ലേ? പിടിച്ച് നോക്കട്ടെ, പിടിച്ചേ. പക്ഷെ ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അല്ല ചെത്തി അല്ല കേട്ടോ, ചെത്തി അല്ല. ഇതിന്റെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇതൊരു മരവാട്ടോ, ഇത് ചെടിയല്ല. ഇത് കണ്ടോ, ഇതും അതിന്റെ മരവാണ്, ഇതും അതിന്റെ മരവാണ്. മരത്തേലാണ് കണ്ടു ഇത്രയും പിടിച്ചിരിക്കുന്ന ഒരു കായ ഉണ്ട് കേട്ടോ. ഇതേപോലെ അത് കണ്ടോ, അതെ പള്ളിയില് വുമൻസ് ഡേയുടെ ആട്ടോ അതെ ചെയ്തേക്കുന്നുണ്ടോ. കൊള്ളാല്ലേ? ഇത് നമ്മളെ ഇവിടെ നേരെ വേണ്ടി പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ അനിയത്തിയുടെ കുഞ്ഞുവാവയുടെ 28 56 നടത്തുന്നത്. 56 ഇപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാം. കുഞ്ഞിന്റെ പേര് ഇവാൻ. കുഞ്ഞിന്റെ അച്ഛൻ, കൊച്ചിന്റെ അച്ഛൻ, കുട്ടിയുടെ അച്ഛൻ, ഞങ്ങളിത് കൊച്ചിനെ കാണട്ടെ, പോയി കൊച്ചിനെ കാണാം. ഇത് കുഞ്ഞിന്റെ മാമി. ഒരു ഹായ് തരുവോ? ഇടയ്ക്കല്ലേ ലിനു വിളിക്കും. ആണോ? പൊന്നി ഉറക്കവാട്ടോ. ആണോ? നല്ല ഉറക്കമായി പോയി. ഉറങ്ങി ഞങ്ങൾക്ക് ഒന്നിച്ച് സ്ഥലം കിട്ടിയില്ല. അപ്പൊ അവര് 3 പേരും ഇവിടെ ഇരുന്നു. ഇവിടെ ഇരുന്ന് ആക്ച്വലി ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ വേണ്ടിട്ടിരുന്നേ. അവര് വേറെ ആൾക്കാർ മുന്നിൽ കയറി ഇരുന്ന് കഴിച്ചു. അതുകൊണ്ട് അവരവിടെയും ഞങ്ങളിവിടെ. കഴിക്കട്ടെ, ഞങ്ങള് പോവാം. കുട്ടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെ ഇപ്പോഴാണ് വന്നത്. നാട്ടുകാരായിട്ടാണ് ഇപ്പോഴും വന്നത്. അഖിലല്ലേ സ്വാഭാവികം കട്ടുപറിക്കുക. ചാമ്പ ഇപ്പോഴും ഈ നാട്ടില് ചാമ്പ കെട്ടുക, കുളിസിയും നോക്കുക, കുളിമുറി ഒളിഞ്ഞു നോക്കുക, തേങ്ങ അരക്കിടുക. ചമ്മന്തി അരച്ചരച്ച് ആണോ? അയ്യോ പറയണ്ടായിരുന്നോ? അഖിലിനെയും കല്യാണം നടക്കാത്തതുകൊണ്ട് അടുത്ത ആഴ്ച ഇവര് തമ്മിലുള്ള കല്യാണം നടത്തിയിട്ട് എന്തൊരു പൂജയൊക്കെ ഉണ്ട്. ഇതാണ് കഞ്ഞിപ്പാടത്തിന്റെ മെമ്പർ, സ്വന്തം മെമ്പർ. വാർഡ് മെമ്പർ എത്ര? അതെ, കഞ്ഞിപ്പാടത്തെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുരുഷന്മാരും മൈൻഡ് ചെയ്യില്ല. അതെ ഞങ്ങളിവിടുന്ന് ഇറങ്ങുവാണ്.
അങ്ങനെ ഞങ്ങളെ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം കഴിക്കാൻ തരാം. ഭയങ്കര തൊര. അതേ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷെ നല്ല പാത്രം കേട്ടോ ഇത്. 590 ഇത് പുതിയതാണോ? ആന്ന് തോന്നുന്നു. ഇത് എന്തിന്റെ ഫ്ലേവറാ ഇത്? ചോക്ലേറ്റ് ആണോ? നാച്ചുറൽ. അതെ, ഇല്ല എന്തിന്റെ അറിയത്തില്ല. പിന്നെ അതെ റെഡ് വെൽവെറ്റ്, ബ്ലൂബെറി, ചോക്ലേറ്റ്, ഇതേ സീതാഫൽ ഐസ്ക്രീം കഴിച്ചിട്ടില്ല. നമ്മുടെ വൈകിട്ട് അതെ അതെ, 2 കുഞ്ഞ് ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞു വിട്ടതാ. ഒരു മാംഗോയും വാങ്ങിച്ച് ഒരു ചോക്ലേറ്റ്. ബൈ വൺ ഗെറ്റ് വൺ ആണ്. കണ്ടോ, ബൈ വൺ ഗെറ്റ് വൺ ആണ്. ഓഗസ്റ്റ് ഒക്ടോബർ 26. അപ്പൊ ഞങ്ങൾ ബില്ലടിച്ച് വീട്ടിൽ പോയി കഴിക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മച്ചിനെയും നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ്. ഞങ്ങൾ പോവാണ്. തുറന്നു ചേച്ചി. അതിനെ ഒരാൾ ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ ഞാൻ നടുക്കല്ലേ. അച്ഛൻ ഇറങ്ങി, അമ്മ പയ്യെ ഇറങ്ങിക്കോളും. നമ്മള് കേറുന്നുണ്ടല്ലോ. പതുക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി പോയി. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുരിശിന്റെ വഴിക്കൊക്കെ പോണം. ടാറ്റാ. എങ്ങോട്ടാണ്? ഇങ്ങോട്ട് ഇറങ്ങി വാ. കൊണ്ടുവിടണ്ടേ? ഇല്ല. അല്ല, കേറി കഴിഞ്ഞാ ഇനി പോണ്ടേ, അതുകൊണ്ടാ. ടാറ്റാ. അച്ഛനടുത്ത് കുരിശിന്റെ വഴിക്ക് വരണമെന്ന് പറഞ്ഞേര്. ആ ഓക്കെ. അങ്ങനെ അവര് പോയി. ടാറ്റാ. അച്ഛച്ചാ അച്ഛച്ചാ ടാറ്റാ. അങ്ങനെ നമ്മള് അച്ഛനും അമ്മച്ചിനെയൊക്കെ ആക്കി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി പോണ്. ഐസ്ക്രീം കഴിക്കണം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചു നേരം കിടക്കാനുള്ള ഗ്യാപ്പ് കിട്ടുമോന്ന് അറിയത്തില്ല. കുറച്ച് പരിപാടി വേറെ ഉണ്ട്, വേറെ വീഡിയോ എടുക്കാനുണ്ട്. പിന്നെ നമുക്ക് കുരിശിന്റെ വഴിക്ക് പോകണം. അതുകൊണ്ട് ഇന്നിപ്പോ വൈകിട്ടേ ഫ്രീ ആവുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ബൈ.